അങ്ങനെ ഡേ ഡെവിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ദ മാൻ വിത്ത് നോ ഫിയർ, ഡെവിൽ ഓഫ് ഹെൽസ് കിച്ചൺ. ഈ ഒരു ക്യാരക്ടറിനെ നെറ്റ്ഫ്ലിക്സിന്റെ ഷോയിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സീരീസ് ആയിട്ട്. ഡേ ഡെവിലിന്റെ 3 സീസൺസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിസ്നിയുടെ എംസിയുവിന്റെ ഭാഗമായതിനു ശേഷം വരുന്ന ആദ്യത്തെ സീരീസ് ആണ് ഈ ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ വേറെ ക്യാമിയോ അപ്പിയറൻസസ് മുമ്പത്തെ എംസിയു പ്രൊജക്ട്സിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു സോളോ സോളോ എന്നല്ല, തന്റേതായിട്ടുള്ള ഒരു സീരീസ് ആണ് ഡേ ഡെവിൽ ബോൺ അഗെയിൻ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ചാനലിൽ കൂടുതൽ പോപ്പ് കൾച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാറ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ കണ്ടന്റ്സ് വരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഡേ ഡെവിലിന്റെ ബോൺ അഗെയിൻ 2 ദിവസം മുമ്പ് ഇറങ്ങിയ ടീസറിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതിന്റെ ആ ഒരു ട്രെയിലറിന്റെ തുടക്കം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചാർലി കോക്സിന്റെ കഥാപാത്രമായ നമ്മുടെ മാറ്റ് മർഡോക്ക്. പുള്ളിക്കാരൻ ഒരു ഡൈനറിൽ ഇരിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് വിൽസൺ ഫിസ്ക് ആണ്. ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് വിൻസെന്റ് ഡൊനോഫ്രി ആണ്, അതായത് കിങ് പിൻ. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു ഷോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംസാരത്തിലൂടെ തന്നെ കുറേ കാര്യങ്ങൾ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡേ ഡെവിൽ ആയിട്ട് പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഷോട്ട് കാണിക്കുന്നത് ആ ഒരു മാസ്ക് വീഴുന്ന ഒരു ഷോട്ട് കാണിക്കുന്നത്. അവിടെ വെച്ച് പറയുന്നുണ്ട് ലൈൻ വാസ് ക്രോസ്ഡ്, അതുകൊണ്ട് വിജിലാൻറ്റി ആയിട്ടുള്ള സംഭവം നിർത്തി എന്ന് പറയുന്നുണ്ട് വിൽസൺ ഫിസ്കിന്റെ അടുത്ത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിൽസൺ ഫിസ്ക് ന്യൂയോർക്കിന്റെ മേയറാണ്. അത് നമുക്ക് ആ ന്യൂയോർക്ക് ടൈം സ്ക്വയറിന്റെ ആ പാഡിലൊക്കെ, ആ ബിൽ ബോർഡ്സിലൊക്കെ പുള്ളിക്കാരന്റെ ഫേസും കാണാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള മറ്റൊരു ഈസ്റ്റർ എഗ് പറയാനുള്ളത് ഇത് എംസിയു ആയിട്ടുള്ള കണക്ഷൻ ആണ്. അത് ഒന്ന് നമ്മുടെ ഹോപ്പ് വാൻ ഡൈന്റെ ഫൗണ്ടേഷന്റെ ഒരു പരസ്യം അതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആന്റ്മാൻ ആ ഒരു യൂണിവേഴ്സ് ആയിട്ടുള്ള ഒരു കണക്ഷന്റെ സംഭവമാണ് കാണിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ കണക്റ്റഡ് ആണെന്ന് തന്നെയാണ് കുറേ രീതിയിൽ കാണിക്കുന്നത്. അതുപോലെ പിന്നെ ഒരു കണക്ഷൻ കാണിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ മ്യൂസിക്കലിന്റെ ഒരു ബോർഡാണുള്ളത്. അത് നമ്മുടെ ഹോക്കൈന്റെ സീരീസിൽ കാണിച്ചിട്ടുള്ളായിരുന്നു ആ ഒരു മ്യൂസിക്കിൽ. അപ്പോൾ അതും ന്റെ ഒരു പരസ്യം ഈ ഒരു ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ ആ ഒരു ഫാമിലിയുടെ കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ ഡെയർഡെവിലിന്റെ ഒറിജിനൽ ആ ഒരു സീസണിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫോഗി നെൽസണും അതുപോലെ തന്നെ കാരൻ പേജും അവരും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈ സീരീസിൽ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് ബെഞ്ചമിൻ ഡെക്സ് പോയൻഡെക്സ്റ്റർ, അല്ലെങ്കിൽ ബുൾസൈ എന്ന് പറയും. നമ്മുടെ തേർഡ് സീസണിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ ഫുൾ ഹൈ സെക്യൂരിറ്റി ആയിട്ട് കയ്യിൽ വിലങ്ങൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതില് നമ്മുടെ മാറ്റ് മർഡോക്ക് വിജിലാന്റിയായി സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ഇടയിൽ ഒരു എന്തോ ഒരു തെഫ്റ്റിന്റെ ഒരു സീനാന്ന് തോന്നുന്നുണ്ട്. ഒരു ബാങ്ക് റോബ് ചെയ്യാൻ പോകുന്ന ഒരു സീനാന്ന് തോന്നുന്നുണ്ട്. അവിടെ വെച്ച് കുറേ കളർഡ് മാസ്ക് ഉള്ള ആൾക്കാരെ ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. റെഡ് മാസ്ക് ഇട്ടിട്ട്. അത് മാറ്റ് മർഡോക്ക് തന്നെ ആയിരിക്കണം. ഇവൻച്വലി പുള്ളിക്കാരൻ എന്തായാലും തിരിച്ചു വരും ആ ഒരു വിജിലാന്റി ആയിട്ട് തന്നെ. കാരണം ഓഫ് കോഴ്സ് ഓരോ സിറ്റുവേഷൻ ബേസിസിലാണ് ആൾക്കാർ ഓരോന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. മേ ബി പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്തത് തന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിച്ചിട്ടാവാം. അപ്പോൾ ഡെഫിനിറ്റ്ലി പുള്ളിക്കാരൻ ഒന്ന് ഡൗൺ ആവണതും പിന്നെ ഹൈ ആവണതായിരിക്കാം ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതില് പുതിയൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടറിന് ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്കിൽ കുറെ ഇങ്ങനെ ബ്ലഡ് ഡ്രിപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു മാസ്ക് ആണ്. ഇത് ഈ സീരീസിലത്തെ പുതിയ വില്ലനാണ് ദ മ്യൂസ്. കോമിക്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആണ്. ആൻഡ് ഇത്തിരി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ഈ ഒരു ക്യാരക്ടർ ഈ സീരീസിൽ ഉണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറാണ് വിൽസൺ ഫിസ്കിന്റെ ഭാര്യയായിട്ടുള്ള വെനേസ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇവർ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്ന ഒരു ഷോട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ഷോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പെയിന്റിംഗ് പോലെ ഉണ്ട്. അത് വിൽസൺ ഫിസ്കിന്റെ ബ്ലഡ് തന്നെയാണ്. അതായത് ഡെയർഡെവിൽ സീസൺ 3 അവര് രണ്ടുപേരും തമ്മിൽ ഉണ്ടാകുന്ന ഫൈറ്റിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് ഒരു ത്രോ ബാക്ക് പോലെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് മറ്റൊരു ക്യാരക്ടർ ഓഫ് കോഴ്സ് ജോൺ ബേൺതാല് പണിഷർ ഫ്രാങ്ക് കാസലായിട്ട് തിരിച്ചു വരികയാണ്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് ഫോർ മീ. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ദ പണിഷർ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് തിരിച്ചു വരുന്നുണ്ട്. മേ ബി ഇത് മ്യൂസ് എന്ന് പറഞ്ഞ വില്ലനായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവാം പണിഷറും ഡെയർഡെവിലും ഇവരൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു പുതിയ ക്യാരക്ടറാണ് വൈറ്റ് ടൈഗർ. ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു സിംഗിൾ ഷോട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു മാസ്ക് ഇടുന്നതായിട്ട്. ഒരു വിജിലാന്റി ആണ്. മറ്റൊരു ക്രൈം ഫൈറ്റിംഗ് സൂപ്പർ ഹീറോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാവലിന്റെ എംസിയുല്. പിന്നെ ഒരു ഷോട്ടിനെ പറ്റി പറയാനുള്ളത് ഡെയർഡെവിലിന്റെ മാസ്കുകളാണ്. 5 മാസ്ക്സിന്റെ ഷോട്ട് കാണിക്കുന്നുണ്ട്. അതിൽ 2 റെഡ് ഉള്ളത് നമ്മുടെ മുമ്പത്തെ ഷോയിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഒരു യെല്ലോ ഷീ ഹൾക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ബ്ലാക്കും ഒരു ഗ്രേഷ് സിൽവർ ആയിട്ടുള്ള മാസ്കുമാണ് കാണിക്കുന്നത്.
ഇതിന് പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരന്റെ ഫൈറ്റ് ചെയ്യുന്ന ടൈമില് ആ ഒരു ബില്ലി ക്ലബ് യൂസ് ചെയ്യുന്നതാണ്. മ്യൂസ് എന്ന് പറഞ്ഞ വില്ലനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബില്ലി ക്ലബ് കുറെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വെപ്പൺ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഈ ഒരു ഷോയില് കാണും. പിന്നെ ഓഫ് കോഴ്സ് ട്രെയിലറിൽ എടുത്തു പറയാനുള്ളത് ആ ഒരു വയലൻസ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ആ അവസാനത്തെ കുറച്ച് സെക്കൻഡ്സ് കുറെ ഫൈറ്റ് സീക്വൻസിലൊക്കെ കാണിക്കുമ്പോൾ ബോൺസ് ബ്രേക്ക് ചെയ്യുന്നതും ബ്ലഡ് വരുന്നതും കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യം നമ്മുടെ മുമ്പത്തെ അതായത് ആ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്ന ഷോസിന്റെ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകേണ്ടതായിരുന്നു. കാരണം ഈ ക്യാരക്ടേഴ്സ് നല്ല ഗ്രൗണ്ടഡ് ആണ്. കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പണിഷറും ഡെയർഡെവിലും ഒക്കെ. സോ അതവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അതൊരു എക്സൈറ്റിംഗ് സംഭവം തന്നെയാണ് നമ്മുടെ ട്രെയിലറിൽ ശ്രദ്ധിക്കാൻ പറ്റിയത്. എന്തായാലും നമുക്ക് ഈ ഒരു ഷോന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് 2 മാസം കൂടി ആയിരിക്കും. ഓൾമോസ്റ്റ് 2 മാസം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്. മാർച്ച് 4 2025 റിലീസ് ആവുന്നത്. ഇറ്റ് വിൽ ബി റീവാമ്പ് ഒരു നല്ല തിരിച്ചുവരവ് തന്നെ ആയിക്കോട്ടെ ഡെയർഡെവിലിന്റെ എംസിയുലേക്ക്. ആൻഡ് ഇനിയും ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഇനി തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പത്തെ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്ന ലൂക്ക് കേജ് വരുമെന്ന് അറിയില്ല. കാരണം അതിന്റെയും ഒരു ചെറിയ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെയിലറിൽ. ആ ടൈം സ്ക്വയറിന്റെ ഇതിൽ ഹാർലം ലൂക്ക് കേജിന്റെ ആ സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കാണിച്ചിരുന്നു. സോ ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെരി വെരി ത്രിൽഡ് ഫോർ ഡെയർഡെവിൽ കമ്മിങ് ബാക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പോപ്പ് കൾച്ചർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്.